രവി മൃദുവിനോട് അവിടെ ഉണ്ടായിരുന്ന പൂച്ചയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മഹാബലിപുരം ഋഷി കാറ്റിൻ്റെ അനന്തര അവകാശികളിൽപ്പെട്ട പിൻതലമുറക്കാരിൽപ്പെട്ട ഒരു പൂച്ചയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ഈ ഒരു പൂച്ച എന്നൊക്കെ രവി ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് കഥാസന്ദർഭം. ബാക്കി നമുക്ക് നോക്കാം. ഹൗ ഹി ലൗഡ് ദ സൗണ്ട് ഓഫ് ഹീസ് ഓൺ വോയിസ്. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച്ഡ് ലുക്സ്. What does that have to do with anything? Mridu demanded. I am telling you, this cat is descended from the Egyptian cat god, no goddess, bastard. Yeah, that's it. Okay. How he loved the sound of his own voice. Meena, Mridu exchanged the looks. അതിലുള്ള വാക്കുകൾ സൗണ്ട്, വോയിസ് രണ്ടും ഒരേ അർത്ഥത്തിലാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. ശബ്ദം എന്ന അർത്ഥത്തിൽ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമാറുക, ലുക്ക് നോട്ടം. എക്സ്ചേഞ്ച് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പരസ്പരം നോക്കുക എന്നാണ് അർത്ഥം. എക്സ്ചേഞ്ച് കൈമാറുക, ലുക്ക് നോട്ടം, നോട്ടം കൈമാറുക എന്ന് പറഞ്ഞാൽ പരസ്പരം നോക്കുക. ഓക്കെ. ഹൗ ഹീ ലൗഡ് ദി സൗണ്ട് ഓഫ് ഹീസ് ഓൺ വോയിസ്. ഹൗ എത്രമാത്രം, ഹീ ലൗഡ് അവൻ ഇഷ്ടപ്പെട്ടു, ദ സൗണ്ട് ഓഫ് ഹീസ് ഓൺ വോയിസ് അവൻ്റെ തന്നെ ശബ്ദത്തെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നറിയുമോ? അങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ രവിയാണ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച്ഡ് ലുക്സ്. മീനയും മൃദുവും ഇത് കേട്ടപ്പോൾ, രവിയുടെ ഈ ഒരു കാര്യം കൂടി, ഈ ഒരു വാക്കും കൂടി കേട്ടപ്പോൾ പരസ്പരം അവരിങ്ങനെ വളരെ ആശ്ചര്യത്തോടെ നോക്കി. വാട്ട് ഡസ് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് എനിത്തിങ്. ഇതും അതും തമ്മിൽ എന്താണ് ബന്ധം? അതിൻ്റെ ഇംഗ്ലീഷാണിത് കേട്ടോ. വാട്ട് ഡസ് ദാറ്റ്, അതെന്താണ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദാറ്റ് ഹാവ്, അതിനെന്താണുള്ളത്. ടു ഡു വിത്ത് എനിത്തിങ്, ഇതുമായിട്ട് അതിനെന്താണ് ബന്ധം. അവൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഇത് മഹാബലിപുരം ഋഷി കാറ്റിൻ്റെ ഡിസെൻഡൻ്റ് ആണ് എന്നതും തമ്മിൽ ഇത് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ രവി പറയാണ്, ഐ എം ടെല്ലിങ് യു, ഞാൻ നിങ്ങളോട് പറയുന്നു, ദിസ് കാറ്റ് ഈസ് ഡിസെൻഡഡ്, ഈ ഒരു പൂച്ച ഈസ് ഡിസെൻഡഡ്, അത് പിൻതലമുറയായി വന്നതാണ് ഫ്രം ദി ഈജിപ്ഷ്യൻ കാറ്റ് ഗോഡ്. ഈജിപ്ഷ്യൻ കാറ്റ് ഗോഡിൽ നിന്നും എന്താണ് അവരുടെ തലമുറക്കാരനായി വന്നതാണ്. കാറ്റ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച ദൈവം എന്നൊക്കെ അർത്ഥം. നോ, അല്ല, ഗോഡസ്. കാറ്റ് ഗോഡിൽ നിന്നല്ല, കാറ്റ് ഗോഡസിൽ നിന്നാണ്. കാറ്റ് ഗോഡസ് എന്ന് പറഞ്ഞാൽ പൂച്ച ദേവത എന്നർത്ഥം. ഓക്കെ, പൂച്ചദേവനിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അല്ല, പൂച്ച ദേവതയിൽ നിന്നാണ്. ആ പൂച്ചദേവതയുടെ പേരെന്താണ്? ബാസ്റ്ററ്റ് എന്ന് പേരുള്ള പൂച്ചദേവതയിൽ നിന്നും ആ പൂച്ചദേവതയുടെ പിൻതലമുറക്കാരായി വന്ന ഒരു പൂച്ചയാണ് നമ്മളുടെ അടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്, അത് തന്നെയാണ്. സോ അതിനിപ്പോൾ എന്താ വിഷയം? മൃദുവും മീനവും ചോദിക്കുകയാണ്. സോ അതിനിപ്പോൾ എന്താ വിഷയം? അപ്പോൾ രവി വീണ്ടും വിശദീകരിക്കുകയാണ്. വൺ ഓഫ് ദി ഡിസെൻഡൻറ്റ്, അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. വൺ ഓഫ് ദി ഡിസെൻഡൻറ്റ്സ് ഓഫ് ദാറ്റ് കാറ്റ് ഗോഡസ് വാസ് എ സ്റ്റോവേ ഇൻ വൺ ഓഫ് ദി പല്ലവ ഷിപ്സ് ആൻഡ് ഹിസ് ഡിസെൻഡൻറ്റ് വാസ് ദി മഹാബലിപുരം ഋഷി കാറ്റ് ഹൂസ് ഡിസെൻഡൻറ്റ് ഈസ് രവി ഫ്ലറിഷ്ഡ് ഹീസ് ട്വിഗ് അറ്റ് മഹേന്ദ്ര ആൻഡ് MP Pune here, Upik, he shrieked, very pleased with himself. അപ്പോൾ രവി പറയുകയാണ്, ആ കാറ്റ് ഗോഡസ് ദേവതയുടെ പിൻതലമുറക്കാരിൽപ്പെട്ട ഒരു പൂച്ച പല്ലവ രാജാക്കന്മാരുടെ കപ്പലിൽ കടന്നു കയറുകയും ആ പൂച്ചയുടെ പിൻതലമുറക്കാരനായിട്ട് മഹാബലിപുരം ഋഷി കാറ്റ് വരികയും ആ ഋഷി കാറ്റിൻ്റെ പിൻതലമുറക്കാരായിട്ട് നമ്മുടെ അടുത്തുള്ള ഈ MP പൂനെ എന്ന ഈ ഒരു പൂച്ചയും വന്നു എന്നാണ് രവി അടുത്തത് വിശദീകരിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് വായിക്കാം. വൺ ഓഫ് ദി ഡിസെൻഡൻറ്റ്സ് ഓഫ് ദാറ്റ് കാറ്റ്. ഡിസെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻതലമുറക്കാരൻ. കാറ്റ് ഗോഡസ് പൂച്ച ദേവത. സ്റ്റോ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൽ കടന്നുകൂടി യാത്ര ചെയ്യുന്നവൻ. സ്റ്റോ എവേ, കപ്പലിൽ കടന്നുകൂടി യാത്ര ചെയ്യുന്നവൻ. ഓക്കെ, ഫ്ലറിഷ്ഡ് എന്ന് പറഞ്ഞാൽ
നാലാമത്തെ വരിയിൽ ഫ്ലറിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശുക എന്നർത്ഥം, വീശുക. അതിൻ്റെ ശേഷം ട്വിഗ് എന്നുണ്ട്. ട്വിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ല, നമ്മുടെ ചെറിയൊരു ചെറിയ ചെടിയുടെ കൊമ്പൊക്കെ ഉണ്ടാവില്ലേ, കമ്പ് എന്നൊക്കെ നമ്മൾ പറയും, അതിനാണ് ട്വിഗ് എന്ന് പറയുക. ഓക്കെ. ഷ്രീക്കഡ് എന്ന് പറഞ്ഞാൽ ഒച്ച വെക്കുക എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കാം. വെൽ, വൺ ഓഫ് ദി ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് കാറ്റ് ഗോഡസ്, വൺ ഓഫ് ദി ഡിസെൻഡൻറ്റ് ഓഫ് ദാറ്റ് കാറ്റ് ഗോഡസ്, ആ പൂച്ചദേവതയുടെ പിന്തലമുറക്കാരിൽപ്പെട്ട ഒരാൾ, വൺ ഓഫ് ഒരാൾ, ഡിസെൻഡ് ഓഫ് ദി ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് കാറ്റ് ഗോഡസ്, ആ കാറ്റ് ഗോഡസിൻ്റെ പിന്തലമുറക്കാരിൽപ്പെട്ട ഒരാൾ, വാസ് എ സ്റ്റോ അവേ, കപ്പലിൽ കടന്നുകൂടി യാത്ര ചെയ്തവനായിരുന്നു, ഇൻ വൺ ഓഫ് ദി പല്ലവ ഷിപ്സ്, പല്ലവ രാജാക്കന്മാരുടെ കപ്പലിൽ കടന്നുകൂടി യാത്ര ചെയ്ത ഒരാളായിരുന്നു. ആൻഡ് ഹീസ് ഡിസെൻഡൻറ്റ്, അങ്ങനെ കടന്നുകൂടി യാത്ര ചെയ്ത ആ പൂച്ചയുടെ പിന്തലമുറക്കാരൻ വാസ് ആയിരുന്നു ദ മഹാബലിപുരം ഋഷിക്കാറ്റ്. അങ്ങനെ ഒളിച്ചുകൂടി യാത്ര ചെയ്ത ആളുടെ പിന്തലമുറക്കാരനായിരുന്നു മഹാബലിപുരം ഋഷിക്കാറ്റ്. ഹൂസ് ഡിസെൻഡൻ്റ് ഈസ്, ആ മഹാബലിപുരം ഋഷിക്കാറ്റിൻ്റെ ഡിസെൻഡൻ്റ് പിന്തലമുറക്കാരനാണ്. അതിൻ്റെ തൊട്ടടിയത്തെ ലൈന് എം പി പൂനെ ഹിയർ, ഇവിടെയുള്ള എം പി പൂനെ ആ മഹാബലിപുരം ഋഷിക്കാറ്റിൻ്റെ അനന്തരവരാണ്, അല്ലെങ്കിൽ പിന്തലമുറക്കാരനാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒഴിച്ചു വിട്ട ആ സെൻറ്റൻസിൻ്റെ അർത്ഥം, രവി ഫ്ലറിഷ്ഡ് ഹീസ് ട്വിഗ് അറ്റ് മഹേന്ദ്ര, മഹേന്ദ്രൻ്റെ നേരേക്ക് രവി എന്ത് ചെയ്തു, അവൻ്റെ ആ കൊമ്പ് കൊണ്ടിങ്ങനെ വീശി. അപ്പോൾ ഇങ്ങനെ പറയാണ്, പല്ലവ രാജാക്കന്മാരുടെ അങ്ങനെ അവരുടെ കപ്പലിൽ ഒളിച്ചു കിടത്തുന്ന ആ കാറ്റ് ഗോഡസിൻ്റെ പിന്തലമുറക്കാർ, അതിൽ നിന്നും വന്ന മഹാബലിപുരം ഋഷിക്കാറ്റ്. പിന്നെ അടുത്തത് എം പി പൂനെനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഇവനെ കുറിച്ചാണ് പറയുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് രവി എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് ഇങ്ങനെ വീശി. ഓക്കെ. ഊ പീക്ക്, എന്നിട്ട് രവി ഒച്ച വെക്കുകയാണ്, ഊ പീക്ക് എന്ന ശബ്ദമുണ്ടാക്കി. ഹിഷ്രീക്കഡ്, അവൻ ശബ്ദമുണ്ടാക്കി. വെരി പ്ലീസ്ഡ് വിത്ത് ഹിംസെൽഫ്, സ്വയം വളരെ സന്തുഷ്ടനായിക്കൊണ്ട് അവൻ ശബ്ദമുണ്ടാക്കി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. മഹേന്ദ്രൻ ലുക്ഡ് അപ്പ്, മഹേന്ദ്രൻ എന്ന പൂച്ച മുകളിലേക്ക് നോക്കി. അലാംഡ്, എന്നിട്ട് ഒച്ച വെച്ചു. He had just been sharpening his claws on the edge of coconut shell. He had just been sharpening. അവനിങ്ങനെ ആ പൂച്ച ഇങ്ങനെ കൂർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹീസ് ക്ലോസ്, അവൻ്റെ നഖങ്ങളെ. ഓൺ ദി എഡ്ജ് ഓഫ് കോക്കനട്ട് ഷെല്ല്, ഒരു ചിരട്ടയുടെ അരികിൽ വെച്ച് ഇങ്ങനെ തൻ്റെ നഖങ്ങളിങ്ങനെ കൂർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പൂച്ച. പക്ഷേ വേഴ്സ് ദാൻ രവീസ് ഓഫുൾ വൂപ്പ് ഈക്ക്, ഓഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ. ഓക്കെ, വേഴ്സ് മോശം, അതും മോശമായ. ദ വേഴ്സ് മോശമായ, ദാൻ രവീസ് ഓഫുൾ വൂപ്പ് ഈക്ക്, രവിയുടെ മോശമായ വൂപ്പ് ഈക്ക് എന്ന ശബ്ദത്തേക്കാൾ മോശമായിരുന്നു, വാസ് ആയിരുന്നു, എ ക്രീച്ച്, ഒരു ക്രീച്ച് എന്ന ശബ്ദം, ഫ്രം ദി വിൻഡോ, ജനലിൽ നിന്നുമുണ്ടായ ഒരു ക്രീച്ച് എന്ന ശബ്ദം രവിയുടെ മോശമായ വൂപ്പ് ഈക്ക് എന്ന ശബ്ദത്തേക്കാൾ മോശമായിരുന്നു. അപ്പോൾ ജനലിലൂടെ ക്രീച്ച് എന്ന ശബ്ദം വന്നു. ആ ശബ്ദം രവിയുടെ വൂപ്പ് ഈക്ക് എന്ന ശബ്ദത്തേക്കാൾ, രവി ഉണ്ടാക്കിയ വൂപ്പ് ഈക്ക് എന്ന ശബ്ദത്തേക്കാൾ മോശമായിരുന്നു. വാട്ട് എ വിയേർഡ് സൗണ്ട്, എന്തൊരു വിയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച്, അപരിചിതമായ. വാട്ട് എ വിയേർഡ് സൗണ്ട്, എന്തൊരു അപരിചിതമായ ശബ്ദം. ഇഫ് മൃദു വാസ് സ്റ്റാർട്ടിൽഡ്, ദ പൂനെ വാസ് എം പി പൂനെ വാസ് ഫ്രൈറ്റൻഡ് ഔട്ട് ഓഫ് ഹിസ് വിറ്റ്. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നർത്ഥം. ഫ്രൈറ്റൻ ഔട്ട് ഓഫ് വിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻ ഔട്ട് ഓഫ് വിറ്റ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ പേടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ഇഫ് മൃദു വാസ് സ്റ്റാർട്ടിൽഡ്, മൃദു പേടിച്ചിട്ടുണ്ടെങ്കിൽ, എം പി പൂനെ എന്ന പൂച്ച വാസ് ആയിരുന്നു, ഫ്രൈറ്റൻ ഔട്ട് ഓഫ് ഹിസ് വിറ്റ്സ്,
വളരെയധികം പേടിച്ചിട്ടുണ്ടായിരുന്നു. മൃദു ചെറിയ തോതിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പൂച്ച വളരെ നന്നായി പേടിച്ചു എന്നർത്ഥം. ഹെയർ സ്റ്റാൻഡിങ് ഓൺ എൻഡ്, അതിൻ്റെ പൂച്ചയുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട്, ഹി ബൗൺസ്ഡ്, ആ പൂച്ച ചാടി, ആൻഡ് സ്കറീഡ്, എന്നിട്ട് അത് ഓടി, ടുവാർഡ്സ് എ ബാംബു ട്രേ ഓഫ് റെഡ് ചില്ലീസ്. ബാംബു ട്രേ, ഒരു ബാംബു എന്ന് പറഞ്ഞാൽ മുള, ട്രേ എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളൊക്കെ വെക്കാനും സാധനങ്ങളൊക്കെ വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിന്. റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക്. അപ്പോൾ അവൻ ചാടി, ആൻഡ് സ്കറീഡ്, എന്നിട്ട് ഓടി, ടുവാർഡ്സ് എ ബാംബു ട്രേ, ഒരു മുളയുടെ ഒരു ട്രേയുടെ നേരേക്ക് ഓടി, ഓഫ് റെഡ് ചില്ലീസ്, അതിൽ നിറച്ച് എന്തായിരുന്നു? റെഡ് ചില്ലീസ് ആയിരുന്നു. ചുവന്ന മുളകുകളുടെ ട്രേയുടെ നേരെ ഓടി. ആൻഡ് ദാറ്റ് ഹാഡ് ബീൻ സെറ്റ് ഔട്ട് ടു ഡ്രൈ. ദാറ്റ് ഹാഡ് ബീൻ, ആ റെഡ് ചില്ലീസ്, ദാറ്റ് ഹാഡ് ബീൻ സെറ്റ് ഔട്ട്, അവ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ടു ഡ്രൈ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഉണക്കാൻ വേണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ചില്ലീസിൻ്റെ ഒരു ട്രേയുടെ നേരെ ആരോടി? ആ MP പൂന എന്ന പൂച്ച ഓടി. ട്രൈങ് ടു ഹൈഡ് ബിനീത്ത് ഇറ്റ്, അതിനടിയിൽ ശ്രമിച്ചുകൊണ്ട്, ടു ഹൈഡ്, മറഞ്ഞിരിക്കാൻ, ബിനീത്ത് ഇറ്റ്, അതിന് താഴെ, ആ ട്രേയുടെ താഴെ മറഞ്ഞിരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഹി ടിപ്പഡ് എ ഫ്യൂ ചില്ലീസ്, അവൻ തട്ടിയിട്ടു, എ ഫ്യൂ ചില്ലീസ്, കുറച്ച് മുളക്, ഓവർ ഹിംസെൽഫ്, അവൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് ചില്ലീസ് തട്ടിയിട്ടു. മിയാവ്, ഹി ഹോൾഡ്, അവൻ ഒച്ച വെച്ചു, മിസറബിളി, വളരെ മോശമായ രീതിയിൽ. മിസറബിളി എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ. അപ്പോൾ ഹി ഹോൾഡ് മിസറബിളി, വളരെ മോശമായ ശബ്ദമുണ്ടാക്കി. മിയാവ് എന്ന വളരെ മോശമായ ശബ്ദമുണ്ടാക്കി. ദ ക്രീച്ചിങ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ, അപ്പോൾ പുറത്തു നിന്ന് വിൻഡോയിലൂടെ വന്ന ക്രീച്ച് എന്ന ശബ്ദം അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടർന്നു പോവുക, അതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ് ഓൺ. ദ ക്രീച്ചിങ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ, ആ ശബ്ദം ഇങ്ങനെ മുന്നോട്ട് തുടർന്നു കൊണ്ടേയിരുന്നു. വാട്ട് ഈസ് ദാറ്റ് നോയ്സ്, എന്താണ് ആ ശബ്ദം? സെഡ് മൃദു ചോദിച്ചു, എന്താണ് ആ ശബ്ദം? ക്രീച്ച് എന്ന ശബ്ദം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ രവി മറുപടി പറയാണ്, ദാറ്റ് ഈസ് ലല്ലി ലേണിംഗ് ടു പ്ലേ വയലിൻ. വയലിൻ എന്ന് പറഞ്ഞാൽ വയലിൻ അറിയാമല്ലോ. പ്ലേ ദി വയലിൻ എന്ന് പറഞ്ഞാൽ വയലിൻ വായിക്കുക എന്നൊക്കെ അർത്ഥം. ദാറ്റ് ഈസ് അതാണ്, ലല്ലി പഠിക്കുന്നതാണ്, ടു പ്ലേ വയലിൻ. ലല്ലി വയലിൻ വായിക്കാൻ പഠിക്കുന്നതാണ്, അതിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞു. ഗ്രൻഡഡ് രവി പറഞ്ഞു. രവി ഒച്ച വെച്ചു, രവി പറഞ്ഞു. ഷീ വിൽ നെവർ ലേൺ എ തിങ്, അവൾ ഒന്നും പഠിക്കില്ല. ഷീ വിൽ നെവർ ലേൺ എ തിങ്, അവൾ ഒന്നും പഠിക്കില്ല. ദ മ്യൂസിക് മാസ്റ്റർ ജസ്റ്റ് ഗോസ് ഓൺ പ്ലേയിങ്. മ്യൂസിക് മാസ്റ്റർ ജസ്റ്റ് ഗോസ് ഓൺ, അവൻ തുടർന്നു പോകുന്നു. പ്ലേയിങ്, അങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ലൈക്ക് എ ട്രെയിൻ, ഒരു ട്രെയിൻ പോലെ. വിസിങ് ഓൺ ആൻഡ് ഓൺ, ഒച്ച വെച്ച് കൂകിപ്പായുന്ന ഒരു തീവണ്ടിയെ പോലെ ആ മ്യൂസിക് മാസ്റ്റർ ഇങ്ങനെ ആ വയലിൻ ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുന്നു. അന്നേരം ലല്ലീസ് ഓൾ ദി ടൈം ഡിറൈലിംഗ്, ആ സമയം ഡിറൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളം തെറ്റുക എന്നർത്ഥം. അന്നേരം ലല്ലീസ് ഓൾ ദി ടൈം, ലല്ലി എല്ലാ സമയത്തും, ഡിറൈലിംഗ് എന്ത് ചെയ്യുന്നു? ലല്ലി ഈസ് ഓൾ ദി ടൈം ഡിറൈലിംഗ്, ലല്ലി എല്ലാ സമയത്തും പാളം തെറ്റുകയാണ്. ഗോയിങ് കംപ്ലീറ്റ്ലി ഓഫ് ട്രാക്ക്, ട്രാക്കിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, ട്രാക്കിൽ നിന്നും പുറത്തായിക്കൊണ്ട്, എപ്പോഴും പാളം തെറ്റിക്കൊണ്ടാണ് നമ്മുടെ ലല്ലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. മ്യൂസിക് മാസ്റ്റർ വളരെ കൂകിപ്പായുന്ന ഒരു തീവണ്ടിയെപ്പോലെ ആ വയലിൻ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലല്ലി എന്ത് ചെയ്യുകയാണ്? പാളം തെറ്റി പാളത്തിൻ്റെ പുറത്തുകൂടെ ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോംപ്രഹെൻഷൻ ചെക്കിലേക്ക് പോകാം. ഇത് കുറച്ച് ചോദ്യങ്ങളാണ്. അതിൻ്റെ ചോദ്യങ്ങളുടെ മീനിങ് ഞാൻ വായിച്ചു തരാം. അത് നിങ്ങൾ എഴുതി അയച്ചു തന്നാൽ മതി ഗ്രൂപ്പിൽ. ഓക്കെ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദാറ്റ് മീന
ഷെയർസ് വിത്ത് മൃദു ഇൻ ദി ബാക്ക്യാർഡ്. മീന മൃദുവിനോട് കൈമാറിയ രഹസ്യം എന്തായിരുന്നു? വീടിൻ്റെ പുറത്ത് വെച്ച്, പിന്നിൽ വെച്ച് മീന മൃദുവിനോട് കൈമാറിയ രഹസ്യം എന്തായിരുന്നു? ഹൗ ഡസ് രവി ഗെറ്റ് മിൽക്ക് ഫ്രം ദി കിച്ചൺ? എങ്ങനെയാണ് കിച്ചണിൽ നിന്നും രവിക്ക് എന്ത് കിട്ടുന്നത്? പാല് കിട്ടുന്നത്. ഹൂ ഡസ് ഹീ സേ ദ കിച്ചൺസ് ദ കിറ്റൻസ് ആൻസിസ്റ്റേഴ്സ് ആർ? ഡു യു ബിലീവ് ഹിം? ആരാണ് ആ കുട്ടിപ്പൂച്ചയുടെ മുൻഗാമികൾ എന്ന് രവി പറയുന്നത്? ആരെയാണ് ഈ പൂച്ചയുടെ മുൻഗാമികൾ ആയിട്ട് രവി അവിടെ പറഞ്ഞ് പരത്തുന്നത്? ഡു യു ബിലീവ് ഹിം? നിങ്ങൾ യഥാർത്ഥത്തിൽ അവനെ വിശ്വസിക്കുന്നുണ്ടോ? 4. രവി ഹാസ് എ ലോട്ട് ടു സേ അബൌട്ട് MP പൂനെ. ദിസ് ഷോസ് ദാറ്റ്. രവിക്ക് MP പൂനെയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദിസ് ഷോസ് ദാറ്റ്. ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ 4 കാര്യങ്ങളുണ്ട്. അതിലേതാണെന്ന് പറയാം. ഹീ ഈസ് മിയർലി ട്രൈങ് ടു ഇംപ്രസ് മൃദു. അവൻ മൃദുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃദുവിൻ്റെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുകയാണ്. ഹിസ് നോളജ് ഓഫ് ഹിസ്റ്ററി ഈസ് സൗണ്ട്. അവൻ്റെ ഹിസ്റ്ററിയിലുള്ള അവൻ്റെ അറിവ് കുറച്ച് അധികമാണ്. 3. ഹീ ഹാസ് എ റിച്ച് ഇമാജിനേഷൻ. അവൻക്ക് കൂടുതൽ ഭാവനാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. 4. ഹീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ചൈൽഡ്. അവൻ വളരെ ബുദ്ധിമാനായ കുട്ടിയാണ്. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ഡു യു ഡിസഗ്രി ടു? മുകളിൽ പറഞ്ഞ 4 സെൻറ്റൻസുകളിൽ ഏതിനോടാണ് നിങ്ങൾ യോജിക്കുന്നത്, ഏതിനോടാണ് നിങ്ങൾ യോജിക്കാത്തത്? അത് എഴുതുക. 5. വാട്ട് വാസ് ദി നോയ്സ് ദാറ്റ് സ്റ്റാർട്ടിൽഡ് മൃദു ആൻഡ് ഫ്രൈറ്റൻഡ് മഹേന്ദ്ര? മൃദുവിനെ പേടിപ്പിക്കുകയും മഹേന്ദ്രനെ ഭയചകിതനാക്കുകയും ചെയ്ത ആ ശബ്ദം എന്തായിരുന്നു? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.